ഹായ് എവരിവൺ, നമ്മൾ ചിന്തിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 8 ആണ്. പുറപ്പാട് 8-ാം അധ്യായം. അവിടെ ദൈവം പല ബാധകൾ മിസ്രൈമിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ 3 ബാധകളെ പറ്റിയാണ് കാണുന്നത്. ഒന്നാമതായിട്ട് ദൈവം അവിടെ ബാധയായിട്ട് കൊണ്ടുവന്നത്, രണ്ടാമത്തെ ബാധയാണ് ശരിക്കും. രണ്ടാമത്തെ ബാധ അവിടെ കൊണ്ടുവന്നത് തവളകളായിരുന്നു. അപ്പോൾ അഹരോൻ അവൻ്റെ വടി അത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കാണിച്ചപ്പോൾ അവിടെ നിന്ന് തവളകൾ വരുവാനിടയായി തീർന്നു. അപ്പോൾ ഫറവോൻ്റെ മന്ത്രവാദികൾക്കും ആ ഒരു സെയിം അടയാളം ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ അവർക്കും തവളകളെ കൊണ്ടുവന്നിടയായി തീർന്നു. അവിടെ തവളകൾ മൊത്തം ആ സ്ഥലത്തായി അവിടെ ആകെ നാറ്റമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിടയായി തീർന്നു. അങ്ങനെ ഫറവോൻ ഒരു രക്ഷയില്ലാതെ, ഒരു നിവൃത്തിയില്ലാതെ എത്തിയപ്പോൾ താൻ മോശയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. മോശയോട് ഇതിനൊക്കെ മാറ്റുവാൻ പറഞ്ഞു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ തവളകളൊക്കെ അവിടെ നിന്ന് ചത്തുപോകാനായിട്ട് ഇടയായി തീർന്നു നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി എന്നാണ് നമ്മളവിടെ കാണുന്നത്. പിന്നീട് ഇതുപോലെ തന്നെ അടുത്തിട്ട് പേൻ കൊണ്ടുവരാനായിട്ടിടയായി തീർന്നു. അവിടെ മനുഷ്യരുടെ മേലെല്ലാം പേൻ വരുവാനായിട്ടിടയായി തീർന്നു. അവർക്കതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നു. പക്ഷേ എന്നിട്ടും ഫറവോൻ്റെ മനസ്സ് അവിടെ ഒന്നും അതിൽ നിന്ന് മാറിയില്ല എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ ഈച്ചകൾ വരുവാനായിട്ടിടയായി തീർന്നു. ഈച്ചകൾ വന്നിട്ട് അവരെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുവാനായിട്ടിടയായി തീർന്നു. പക്ഷേ ഈച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഉള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫറവോനോട് ഒരു കോംപ്രമൈസ് അവിടെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫറവോൻ പറയുകയാണ്, ഓക്കെ, നിങ്ങൾ എന്നാൽ ഇവിടെ ദൈവത്തെ ആരാധിച്ചോളൂ എന്നുള്ളൊരു കാര്യം അവിടെ പറയുകയാണ്. അപ്പോൾ പക്ഷേ മോശ പറഞ്ഞു അത് പറ്റില്ല എന്നുള്ളൊരു കാര്യം മോശ അത് പറയുന്നു. അവർക്ക് ട്രാവൽ ചെയ്ത് മാറണം. 3 ദിവസം യാത്ര ചെയ്ത് അവർക്ക് അവിടെ പോയി അങ്ങനെ മരുഭൂമിയിൽ പോയി തന്നെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നു. പക്ഷേ അത് ഓക്കെ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടും ഫറവോൻ്റെ മനസ്സ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം അങ്ങനെ ഈ ഒരു അടുത്ത 3 ബാധകളെ കൂടെ ദൈവം അവിടെ ഈജിപ്തിൽ കൊടുത്തു. ഇനിയും ഇതുപോലെ അടുത്തുള്ള ചാപ്റ്റേഴ്സിൽ നമ്മളിങ്ങനെ പല ബാധകളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എത്തിയപ്പോൾ ഫറവോൻ ഒരു കോംപ്രമൈസിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സാത്താൻ്റെ പ്രവർത്തികൾ നമ്മളെ ഒന്നും ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളെ തെറ്റിക്കുവാനായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ പോലും സാത്താൻ പ്രവർത്തിക്കും എന്നുള്ള രീതി നമ്മൾ ഓർക്കുക. നമ്മളെ തെറ്റിക്കുവാനായിട്ട് ഏത് മാർഗവും ചെയ്യുവാനായിട്ട് സാത്താൻ പ്രവർത്തിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതിൽ നിന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒന്നും കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല എന്നുള്ള കാര്യം ഇന്നത്തെ ഈ ചിന്തയിലൂടെ അങ്ങനെ ആകുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നമ്മൾ തുടർന്നറട്ടെ.